അപ്പൊ ഹലോ ഗൈസ്, അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് നിർത്തിയതിന്റെ കോപ്പർ ആർമർ സെറ്റ് എല്ലാം ആയിട്ടുണ്ട്. എന്റെ പിക്കാക്സ് ആണ് ഇവിടെ പകുതി പൊട്ടാറിയ. എന്റെ അയൺ പിക്കാക്സ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഡയമണ്ട്സ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പൊ കുറച്ച് അയൺ ഇതെല്ലാം നമുക്ക് ഇനി മേളിൽ കൊണ്ട് വെക്കണം. അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഒക്കെ ഒന്ന് തിരഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു വാർഡന്റെ പോയാണ് ആ ഈ സൗണ്ട്. അപ്പൊ ആ വാർഡൻ വന്ന് നമുക്ക് നേരെ പോവാവേ. ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമോ? എൻ്റെ അമ്മ, എൻ്റെ സാധനം എല്ലാം പോയല്ലോ. എന്തോ ചെയ്യും ഞാൻ? ഷോ, എൻ്റെ ഡയമണ്ട് അത്ര അങ്ങോട്ട് പോയേ വേണ്ട. നമ്മ സ്പോണായി. ഇനി നമുക്ക് ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ എന്തുവാ? കുറച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ എല്ലാം അവിടെ ആയിരുന്നു. നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കി വെള്ളം വെച്ചിട്ട് അങ്ങോട്ട്. എന്നാലും എൻ്റെ ദൈവമേ, എൻ്റെ ആ ഡയമണ്ട് എടുത്തോണ്ടെങ്കിൽ വന്നാൽ മതിയായിരുന്നു എങ്ങനെങ്കിലും. അവൻ വെടി വെക്കുന്നുണ്ടോ നമ്മളെ? അത് നമുക്ക് ദോഷം. എല്ലാം മറന്നും പോയി. എന്തോ പറയാനാന്ന് പറ. തീർന്നു നമ്മുടെ കാര്യത്തിൽ. എൻ്റെ അമ്മ, എനിക്ക് പേടിയാവുന്നേ. എത്ര അയണുണ്ട്? ബക്കറ്റ് കൊണ്ടാക്കണ്ടേ? ബക്കറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വിട്ടുന്നോട്ടെ. ബക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരും. വീണ്ടും ചാവോ നമ്മള്? ചത്തറിയത്തില്ല. ഒരു ജസ്റ്റ് നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം. പെട്ടെന്ന് നമുക്ക് കേറി വരണം. എന്നാ പണിയാന്നറിയോ? എൻ്റെ വാർഡനായിട്ട് നമ്മളെ കൊന്നു. ഞാൻ മനഃപൂർവ്വം പോലും അങ്ങോട്ട് ചെന്നതല്ല. എനിക്കൊരു അയങ്കോലം എന്തേലും എവിടെ ആയിരുന്നു ഞാൻ കുഴിച്ചത്? അതുകൊണ്ട് ഇവിടെ. നമുക്ക് പതുക്കെ താഴോട്ട് ഇറങ്ങണം. അതിന് ഉപയോഗിച്ച് വെള്ളം എടുത്തിട്ട് വരട്ടെ. അപ്പൊ അതേണ്ട ഞാൻ താഴോട്ട് ഇറങ്ങുവാണേ. അതേണ്ട നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇനി ടോർച്ച് എടുത്തിട്ട് കയ്യിലോട്ട് പിടിച്ച് ഈ ആർമറൊക്കെ എടുത്ത് നമുക്ക് ഇടണം. ഇതൊക്കെ ഇടുന്നേങ്ങ നമുക്ക് പതുക്കെ കഴിവതും വെള്ളോട്ട് കയറി ചെല്ലാം. കാലൊക്കെ കണ്ട് ഇറക്കുന്നു. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി നമുക്ക് എങ്ങനെയും മേളിൽ വേഗം ചെല്ലാം. ഓക്കെ, ഇവിടെ വരെ എത്തിയിട്ട് ഇപ്പൊ എന്റെ ഭയം ഒന്ന് മാറി. വേഗം പോട്ടെ. കുറച്ച് കോപ്പർ ഉണ്ട്, അതെങ്കിലും എടുത്തോണ്ടങ്ങ് പോവാം. എന്തേലൊക്കെ ആർമർ സെറ്റപ്പ് ഉണ്ടാക്കാം നമുക്ക്. കഴിവതും അത് പറ്റും. എന്തൊക്കെ വ്യത്യസ്തമായ സൗണ്ടുകളൊക്കെ കേൾക്കുന്നു. എന്തായാലും പോട്ടെ. ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഇനി ഒറ്റകളെ ഞാൻ താങ്ങണം. പോയിക്കൊണ്ടിരിക്കാം. നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കിടന്ന് ഉറങ്ങാം. അയ്യോ, നമ്മൾ വലിയ യുദ്ധത്തിലൊക്കെ കഴിഞ്ഞ് വന്നേക്കും. ഇതൊക്കെ എന്തുവാണ് ഇത്? സോണിക്കൽ ഡിസ്കസ്. ഇനി ഡീവന്മാരുടെ ട്രേഡ് ചെയ്യാൻ പറ്റിയ വല്ല ഉണ്ടോ? നീ ഇതുവരെ ട്രേഡ് ചെയ്യുന്നുണ്ടോ? ഒരമ്മറാണ്ട് കൊടുത്ത 6 ബെഡ്. എനിക്കങ്ങ് വേണ്ടവോ? നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇത്രയും. നമ്മുടെ ഇപ്പം അവിടെ 2 ടെസ്റ്റ് ഇരിപ്പണം. അതൊരു എടുത്തിട്ട് വരാം. നമുക്ക് അയൺ ആർമർ ഉണ്ടാക്കണം. എന്നിട്ട് ഈ കോപ്പറിന്റെ ആർമറെല്ലാം ദൂരെ കളയണം. ആണ് ഇനി നമ്മുടെ ലക്ഷ്യം. എന്തോ പറയാനാന്ന് പറ. ഇവന്മാരെയൊക്കെ കൊണ്ട് ഞാൻ ഇവിടെ കുറെ ചെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്തോട്ടെല്ലാം വേണ്ടതൊക്കെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോ ആ പൊട്ടി സാധനമൊക്കെ പോയി എടുക്കട്ടെ. ഇനി ഇത് കണ്ടോ, നമ്മളിവിടെ ഇത്രയും സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. കാരണം അതിന്റെ വാർഡൻ കുറെ നമ്മളെ
കുറെ നല്ല ഒരു തവണ കൊന്നും. അപ്പം സാധനം പോയിരിക്കാൻ പെട്ടെന്ന് എടുത്ത് അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഇനി നമുക്ക് അയൺ സെറ്റ് ആർമർ ഉണ്ടാക്കാനായിട്ട് ഇപ്പം ഇവിടെയുള്ള ഒരു അയൻകോലം ഇല്ലേ, അവനെ അങ്ങ് തീർക്കണം. അതപ്പം നമുക്ക് തീർക്കാം. അതിനുള്ള പുറപ്പാടിനാണ് ഞാൻ. നമുക്ക് അവനെ അങ്ങ് തീർത്തേക്കാം. തീർക്കാനായിട്ട് അവിടാണ് അവൻ നിൽക്കുന്നത്. ഇനി നമുക്ക് അവനെ കൈ കെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ അടിച്ചു പോകില്ല. ഇവനെ നമ്മൾ അടിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇത്ര ആർമർ മാറ്റിയിട്ട എൻ്റെ ആർമർ കിട്ടാൻ വേണ്ടി. അവടാ അവൻ ചത്തു. താഴോട്ട് ഇറങ്ങാം. നമുക്ക് വേണ്ട സാധനം കിട്ടുന്നുണ്ട്. ഇതെടുത്തിന് ബോൺമീൽ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് 6 മാസം ഉണ്ടാക്കി തുടങ്ങാം. നമുക്ക് കുറച്ച് ആർമർ ഉണ്ടാക്കാം. നമ്മുടെ ഇത്ര ആർമർ ഉണ്ടാക്കിയിട്ട് ഇനി നമുക്ക് ഒരാൻ്റെ കൂടെ കുറവുണ്ട് നമ്മുടെ ബൂട്ട് ഉണ്ടാക്കാൻ. ആ അയൺ കൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണം. 3 എണ്ണേ ഉള്ളൂ. അതുവരെ നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാം. അടുത്ത അയൻകോല ഇപ്പോഴെങ്കിലും സ്പാണ്ട് ഇവിടെ ആയിട്ടുണ്ട്. ഇപ്പൊ മാറ ബഹളമാണ്. നമുക്ക് അടിച്ചു കൊല്ലണേ. മിസ്റ്റർ സുഖമാണോ? ഇവനെ അടിച്ചു കൊല്ലേ നമുക്ക്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ കൊന്നായിരുന്നു. അപ്പൊ എന്റെ ലെഗൻസ് ഇങ്ങോട്ടോ പോയി. ഇവനെ ഇവിടെ വെച്ച് കൊന്ന് പറയാനാണ് പറ. ഇനി എന്റെ പിക്കാക്സും പോയി. ഇവൻ ഭയങ്കര ശല്യം. ഇവനെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റും. ഈ ഒരു ഭാഗത്ത് ഇവനെ കൊല്ലാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മുടെ അതുപോലെ നല്ല പാടാന്ന് പറയാൻ കാരണം ഇവൻ നമ്മളെ അവിടെ നമ്മളിത് കുറെ ബ്ലോക്കുകൾ എടുത്ത് ഇന്ന് കഴിഞ്ഞ ഇവൻ അപ്പം തന്നെ അടിച്ചു പോയില്ലേ നമ്മളെ. അല്ല ഈ ബ്ലോക്ക് എടുത്തേക്കാം നമുക്ക്. ആക്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് വെച്ച് നമുക്ക് ഇനി അവനെ കൊല്ലാം. എന്ത് അവൻ കാണുന്നില്ലല്ലോ. അവനെ കാണുന്ന ഏടെ നിൽക്കുന്നത് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത നമ്മുടെ അതിഥി നിപ്പുണ്ട്. ഇപ്പൊ ഇവന് ഓക്കെ അപ്പൊ അവനെ കൈ കിട്ടണ്ടി നമുക്ക് ഇവനെ അടിച്ചു കൊല്ലാം. ചാവത്തില്ല ഇവൻ. എത്ര പറഞ്ഞാലും ഇവൻ ചാവത്തില്ല. അതാ നമ്മുടെ കുറച്ച് അയണിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഫുൾ സെറ്റ് അയൺ ആർമറങ്ങാക്കിയേക്കാം. നമുക്ക് ഇനി അടുത്തത് ഈ എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വീട് പണിയുക. അതാണ് നമ്മൾ ആർമറോട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീട് പണിയാൻ പോവാണ്. അങ്ങോട്ട് വരൂ. എന്തെങ്കിലും ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാനും കണ്ടില്ലായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ആക്കിയിട്ട് ഇതിങ്ങ് എടുക്കാം. ഹെൽമെറ്റ് ബൂട്ട് എന്ത് ഓക്കെ. നമുക്ക് വെളിയിലോട്ട് പോയി അന്നത്തെ പോലെ തന്നെ നമുക്ക് ഇടാം. അപ്പൊ സുഹൃത്തുക്കളെ ഗൈസ് നമ്മളിപ്പോ ഇതിടാൻ പോവാണ്. ഇതൊക്കെ അഴിച്ച് കളയട്ടെ. ഇതൊക്കെ ഇനി എന്തിനാ പോ. ഓക്കെ നമുക്ക് ഇടാം. ഇനി അങ്ങനെ നമ്മുടെ അയൺ ആർമറും സെറ്റ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ കോപ്പറിൽ നിന്ന് വന്ന ആളിപ്പോൾ അയണിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല. നമ്മളിനി ഒരു തണ്ടിയും ഒന്നും ചെയ്തില്ല. കാരണം ഇച്ചിരി പവർഫുൾ ആർമർ സെറ്റപ്പ് ആയിട്ടൊക്കെയാണ് നമ്മളിനി നടക്കുന്നത്. നമുക്കിനി അത് വെച്ച് അയണിൻ്റെ സോഡ് ഓൾറെഡി ഉണ്ട്. ഷീൽഡും ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ 2-3 സോഡും ഇതിനി വേണ്ടല്ലോ. അതൊക്കെ അവിടെ നിന്നോട്ടെ. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാം. പറഞ്ഞ ഡയമണ്ട് എടുക്കണമല്ലോ. ഡയമണ്ട് കൊണ്ട് നമുക്ക് മെയിനായിട്ടും വേണ്ടത് ഇവിടെ നമുക്ക് എൻചാൻറ്റിങ് ബുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം, കിട്ടിയിട്ട് വേണം
മെയിൻ സംഭവങ്ങൾ ചെയ്യാൻ. ഇപ്പൊ തന്നെ എനിക്ക് ഡയമണ്ടിന്റെ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ഡയമണ്ടിന്റെ പിക്കാക്സ്, പിന്നെ കൂട്ട് ഇത്രയാവും. നമുക്ക് നല്ല ഡയമണ്ട് കിട്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കാൻ. തൽക്കാലം നമുക്കൊരു ഡയമണ്ട് സോഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണം. എന്നിട്ട് പിക്കാക്സും, ഇത് രണ്ടും നമുക്ക് ഇവിടെ വെച്ചേക്കാം. സ്പിയർ വേണ്ട, ഷവല്. ഓക്കെ, എല്ലാം ആത്തിരുന്നോളൂ. ഇനി നമുക്ക് വീടിന്റെ പണി തുടങ്ങാം. വീടിന്റെ പണിക്ക് നമുക്ക് ഇവിടെ നിന്ന് വലുതായിട്ടൊന്നും എടുക്കാനില്ല. എനിക്ക് ഇവന്മാരുടെ വീട്ടിൽ താമസിച്ച് വയ്യ, അതുകൊണ്ട് മൊത്തം മരം വെട്ടിയിട്ട് വരാം. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ വിചാരിക്കുന്നത് വേണ്ടേ, ഇവന്മാരുടെ ഈ കൃഷിയുടെ ഈ മരം വെട്ടിക്ക, നമുക്ക് ഇനി ആ മരമൊക്കെ തപ്പി കുറെ പോണം. അപ്പൊ നമുക്ക് ഇത് തന്നെ കടിച്ചു പൊട്ടിച്ചേക്കാം. അപ്പം നമുക്കിത് ശരിയാക്കാം, അല്ലേ ഗൈസ്? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടുത്തെ എല്ലാം അടിച്ചു മാറ്റുകൊണ്ട് ഇത്രയും തടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് 47 ലോഗ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തുള്ള കൃഷികളിലെല്ലാം അങ്ങ് അടിച്ചു മാറ്റിയേക്കാം. ഇനി മരം തപ്പി പോകാൻ നല്ല സമയം എടുക്കും, അല്ലേ? അപ്പൊ അടിച്ചു മാറ്റാം. അപ്പം അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു അടുത്ത അയങ്കോല സ്പോൺ ആയിട്ടുണ്ട്. ഈ അയങ്കോല സ്പോൺ ആവുന്നതെല്ലാം നമുക്ക് ഇനി പിന്നെ അടിച്ചു മാറ്റി. ഉമ്മാരെയൊക്കെ അടിച്ചു മാറ്റി എപ്പോൾ തീരാനാ? അല്ലേ അടിച്ചു മാറ്റിയൊക്കെ ഉമ്മാരെ അടിച്ചും കൊന്നേക്കല്ലേ. അവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് 3 അയൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി തടികൾ അവിടുന്ന് തുടങ്ങാം. വെട്ടി അല്ലേ, അവിടുന്ന് തുടങ്ങാൻ വേണ്ടേ? ഇവിടുന്ന് വെട്ടി തുടങ്ങാം. ഇവിടുത്തെയും എല്ലാം നമ്മൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗത്തോട്ടും കൂടെ പോയി അടിച്ചു മാറ്റാണ്ട് ഇവിടുത്തെയും കൂടെ, അല്ലേ? ഇപ്പൊ തന്നെ 64, ഒരു സ്റ്റാക്കും 11 നമ്മൾ ഇവിടുത്തെ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. വെട്ടോ ഇല്ല, വിളിച്ചോ ഇല്ല, എങ്ങനെയൊക്കെ അവിടെ ചെല്ലണമല്ലോ. ഇനി ടോർച്ചിരിപ്പുണ്ട്. അങ്ങോട്ട് കുഴിയൊക്കെ ഉണ്ടല്ലോ, ഒന്നും കാണുന്നുമില്ല. ഇഷ്ടംപോലെ അയ്യോ പൂച്ചയാണേ. ഇതൊക്കെ അല്ല, ഇവിടെ കിടന്ന് നമുക്ക് ഉറങ്ങാം. പണി കിട്ടും. മിസ്റ്റർ വില്ലേജർ മാറൂ, ഉറങ്ങ്. ഓക്കെ, ഇനി നമുക്ക് സെറ്റ് ആക്കാനുള്ളതും അടുത്ത അയങ്കോളം. ഈ അയങ്കോളം എല്ലാം കൂടെ സ്പോൺ ആക്കി എനിക്ക് വയ്യന്റെ തല്ലിപ്പല്ലേ. അതുകൊണ്ട് ഉമ്മാരെ കൊണ്ടൊക്കെ അടുത്ത് സെറ്റ് ചെയ്യും. അത് കാഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് പോവാം. അടിച്ചേ പോലും കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് ഇതാക്കാം. ഇതങ്ങോട്ട് വെച്ചിട്ട് ഓക്കെ, നമുക്ക് ഇപ്പൊ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ പണിക്ക് കോബിൾ സ്റ്റോണോട് വേണം. അടിത്തറ കെട്ടാൻ കോബിൾ സ്റ്റോൺ ഇമ്പോർട്ടൻറ്റ്. കോബിൾ സ്റ്റോൺ നമുക്ക് ഒരു സൈഡിൽ നിന്ന് മെയിൻ ചെയ്തോട്ട് പോവാം. അടിപൊളി, നല്ല സ്ഥലവാ. ഓക്കെ, ചെറുപ്പതായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1 2 3 4 5 6 പിക്കാക്സ് ഉണ്ട്. 6 1 2 3 4 5 6 പിക്കാക്സ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കുഴിച്ച് താഴോട്ട് പോകാം. ഇനി ടോർച്ചൊന്നും വേണ്ട, നമുക്ക് താഴോട്ട് പോകുന്നില്ല, നമ്മൾ ഒരു ഭാഗത്തു നിന്ന് തന്നെ കുഴിച്ചങ്ങ് പോവാം. ഓക്കെ, ഫുഡൊക്കെ ഉണ്ട്. മൈൻഡ് കൊണ്ട് പോവാണ് ഞാൻ. അറിയാം, ഞാൻ ഈ പിടിച്ചങ്ങ് ഞെക്കി. ഇതൊക്കെ എന്തുവാ ചാറ്റ്. താഴോട്ട് അങ്ങോട്ട് പോവാം. ചുമ്മാ മൈൻഡ് ചെയ്തപ്പോൾ വേണ്ടി അടുത്ത അയൺ കിട്ടി. ഇനി ഇത് എടുത്തോട്ട് പോവാം. പക്ഷെ രണ്ടാ എത്രണ്ണം ഉണ്ട്? ഇത്രേ ഉള്ളു. ഉള്ളെങ്കിലും കിട്ടിയില്ല, അതൊക്കെ മതി. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോവാം. കുറച്ച് കോളും ഇതെല്ലാം ഇനി നമുക്ക് ചുമ്മാ ഒന്ന് മൈൻഡ് ചെയ്തെല്ലാം കിട്ടും. അല്ലാത്തപ്പോ ഒന്നും കിട്ടത്തില്ല. ഇത് എത്ര എണ്ണം? ഇതെല്ലാം ഇനി ഇന്ന് മൈൻഡ് ചെയ്യണം. ഇതെല്ലാം ആവശ്യം വരുന്ന സാധനമാണ്. ജസ്റ്റ് ഫുള്ള് നിറയാറായി. ഇതോടെ ആകുമ്പോ ഫുള്ള് ഏകദേശം തയ്യാറാകും. ഇഷ്ടം കാണും പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. എൻ്റെ അമ്മോ, നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. ഇവിടെ ഇനി ഏൻഷ്യൻ സിറ്റി വല്ലതും ഉണ്ടോ? മറ്റേ ഏൻഷ്യൻ സിറ്റി എല്ലാം തോന്നും. ഏതായാലും ഇത് മൊത്തം ഇനി എടുക്കട്ടെ. അങ്ങനെ ഇവിടുത്തെ ഇത്രയും ഞാൻ എടുത്തു. എന്നിട്ട് എനിക്ക് 5 XP ഉള്ളു. ശരിയാ, ഇവിടുന്ന് വെള്ളോട്ട് പോകുന്ന വഴിയൊക്കെ എന്തുവരെ എവിടെ ആയിരുന്നു? XP ഇല്ല എനിക്ക്.
ഇനി നേരെ പോവാ. അല്ല ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ ആക്കി വെച്ചേക്കല്ലേ. ഇങ്ങനെ മൈൻഡ് ചെയ്ത് നല്ല ഇഷ്ടമാണ്. എൻ്റെ ഒരു പിക്കാക്സ് ഇപ്പോൾ പൊട്ടും. എത്ര പിക്കാക്സ് ഉണ്ട്? കോപ്പർ പിക്കാക്സ്. ോണ്ടിരിക്കട്ടെ ഇനി ഇങ്ങനെ 44 കോളുണ്ട്. ഒരു പിക്കാക്സ് പൊട്ടി. പിന്നെ ഞാൻ മൈൻഡ് ചെയ്ത് പോവാണ് എങ്ങോട്ടൊക്കെയോ. അയ്യോ ഭയങ്കര പേടി, ഇത് എവിടെയെങ്കിലും ചെന്ന് ചാടിയാലും. ഫുൾ സെറ്റ് ആർമർ ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. നൈറ്റായി കാണും. അയൺ കിട്ടി. എനിക്കിഷ്ടം പോലെ അയൺ കിട്ടുന്നുണ്ട്. അയൺ ഗോലോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡയമണ്ട് കിട്ടണമെങ്കിൽ താഴോട്ട് കുഴിച്ച് വെച്ച് പോകണം. ഓക്കെ, ഇത്ര ഇനിയുണ്ടോ? ഇനി ഇരിക്കുന്നു. ഓക്കെ, എല്ലാം തീർന്നല്ലോ. നമ്മുടെ മൈൻക്രാഫ്റ്റ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് സുധിയണ്ണൻ, മൈൻക്രാഫ്റ്റ് ഗോഡ് സുധിയണ്ണൻ. സുധിയണ്ണൻ അടിപൊളിയല്ലേ? ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോവാ. ഒരു കാര്യം ചെയ്യാൻ, താഴോട്ട് കുഴിച്ചൊന്ന് പോയാലോ? സംഭവങ്ങളില്ലേ? അല്ലേ വീട് പണി കഴിഞ്ഞിട്ട്. ഓക്കെ, നമുക്കപ്പം ഇത്രയും സാധനങ്ങൾ ഇപ്പം മതി. ഫുഡ് കഴിക്കട്ടെ. ഒരുപാട് സാധനങ്ങളായിട്ടുണ്ട്. ഇപ്പം ലൈറ്റായി കാണൂ. നോക്കട്ടെ നൈറ്റായെന്ന്. ഇതൊക്കെ ആയില്ലേ? അങ്ങോട്ട് പോട്ടെ. ഓക്കെ, എണീക്കാം. ഇവിടെ കിടന്നുറങ്ങാം. നമ്മുടെ വീടിനുള്ള വസ്തു എന്ന് ഇനി കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ വീടിനുള്ള വസ്തു എന്ന് പറയുന്നത് ഈ ഒരു ഇവിടെ എവിടെയില്ല, എവിടെ നല്ല നേരം എല്ലാം കൂടെ എൻ്റെ അടുത്തോട്ട് ഇവിടെ വെച്ച് ശരിയാകത്തില്ല. ക്രീപ്പറൊക്കെ നിൽക്കുന്ന നല്ലൊരു സ്ഥലം നോക്കട്ടെ. എവിടെ നിന്ന് വീട് വെക്കാനുള്ള വസ്തു അവിടെ ഒരു കേവ് കാണും. മഴ അടുപ്പിച്ച് നമുക്ക് ഇതേപോലെ അവറ്റോളെല്ലാം കൂടെ ഇറങ്ങും. ഞാൻ തീരുമാനിച്ചു വേണ്ട ഈ ഒരു ഭാഗം ഷവല് വെച്ച് നമുക്ക് നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല അത്യാവശ്യം നല്ലൊരു വീട് ഇവിടെ പണിയാം. അപ്പം എൻ്റെ ഷവലൊക്കെ എൻ്റെ ചെസ്റ്റിൽ ഇരിപ്പുണ്ട്, അതെല്ലാം എടുത്തുകൊണ്ട് വരട്ടെ. ഞാൻ അതൊക്കെ ഇവിടോട്ട് ആക്കണം നമുക്ക്. ഒക്കെ പോയി എടുക്കട്ടെ. ഇത് മഴയാണ്, ഇവിടെ എന്തോ ചെയ്യും. സോംബിയുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നത് തോന്നിരുന്നു. തോന്നുന്നു. അയൻകൊല്ലം സുഖമാണോ? ഇനി നമുക്ക് നമ്മുടെ വസ്തുവിലേക്കുള്ള ഷവലൊക്കെ ഞാൻ കൊണ്ടുവരുന്നത്. ഒരു ഇവിടെ ഇല്ല. എന്നാലും സോംബിയുടെ സൗണ്ട്. നമുക്ക് വെള്ളം വെച്ചിട്ട് അവിടുത്തെ പോച്ചയൊക്കെ കുറച്ച് കളയാം അല്ലേ? വെള്ളം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് അവിടെ എല്ലാം വെള്ളം ഒഴിച്ചു കളയാം. വെള്ളം ഇവിടുന്നാണോ സോംബിയുടെ സൗണ്ട്? കുഴപ്പമില്ല, നമുക്ക് സ്ഥലം എന്തേ അടിയേരി ഭാഗമായിരുന്നു. അത് മറന്നുപോയോ? അടിയേരി ഭാഗം അത് തന്നെ. ഇത്രയും ഭാഗത്ത് ഈ മണ്ണെല്ലാം മാറ്റണം. നമുക്ക് ഇവിടെ വെള്ളം ഒഴിച്ചുകൊണ്ട് ഈ ഭാഗത്ത് പോച്ചയൊക്കെ കളയാം അല്ലേ?
പോച്ച പോകുന്നുണ്ടോ? കടലിലോ? ഓ സെറ്റ്, ഞാനെല്ലാം ചെയ്യട്ടെ. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുണ്ട്. ഈ ഇത്രയും ഭാഗം എല്ലാം നമുക്ക് ഇനി എടുക്കേണ്ടതാണ്. ഇവിടോട്ടിച്ച് വൃത്തിയാക്കിയതേ ഉള്ളൂ, ഇവിടെ വൃത്തിയാക്കട്ടെ. അതെല്ലാം അഴുക്കാം. അങ്ങോട്ട് പോന്നാ ഇനി ഇങ്ങനെ കളയാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ചെയ്യുന്നത് ആദ്യം ഈ ഒരു ലെയർ കളയാം ഷവൽ വെച്ചിട്ട്. ഓക്കെ, നമ്മുടെ ഗ്രൗണ്ട് അത്യാവശ്യം ഇവിടെ ഇപ്പൊ തന്നെ സന്ധ്യയായി. അതുകൊണ്ടോ നമ്മുടെ വീട് തന്നെ ഈ ഒരു സൈഡിലേക്ക് വരും. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ കുറെ കൃഷിയായിരിക്കും. കൃഷി മാത്രമേ കാണുന്നുള്ളൂ ഈ ഒരു സൈഡിൽ. ഇപ്പൊ നമുക്ക് സന്ധ്യയായി, ഇനി വേഗം ചെന്ന് കിടന്ന് ഉറങ്ങാം. എന്നിട്ട് നാളെ ബാക്കി പണി പൂർത്തിയാക്കാം. നമുക്ക് വേഗം പോയി ഉറങ്ങാം. ആയിട്ടുണ്ട്. ഇനി നമുക്ക് പണി പൂർത്തിയാക്കാൻ പോവാം. വില്ലേജിനെ ഇപ്പൊ കാണിച്ചു തരാവേ. ലേയേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ പണി ഇവിടെ വീടിന്റെ പണി നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് ചെയ്യാം. നമ്മുടെ കോബിൾ സ്റ്റോൺ എടുത്തിട്ട് അവിടെ ഫസ്റ്റ് വലിയ വീടൊന്നുണ്ടാകുന്നുണ്ട് ഈ ഒരു ഭാഗം. ഇവിടെ അപ്പം ഇനി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ 2 3 4 5 6 8 ബ്ലോക്ക് മതി. ആയിട്ടുണ്ടോ? ഇവിടെ ഇത്രയും സംഭവം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഓക്ക് പ്ലാങ്ക്സ് ആണ് ഇവിടെ വെച്ച് സെറ്റ് ചെയ്യേണ്ടത്. ഓക്ക് പ്ലാങ്ക്സ് വെച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ അത് നോട്ടെ. അപ്പൊ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നതിന്റെ ഒക്കെ ഞാൻ പിന്നെ പറയാം എത്ര ബ്ലോക്ക് ഒക്കെയാണ്. ഇനി ഓക്ക് പ്ലാങ്ക്സ് ഇടാം. ഇത്രയും ഓക്ക് പ്ലാങ്ക്സ് വെച്ച് ഇത്ര ആക്കിയിട്ടുണ്ട്. ഡോർ ഇവിടെ അല്ല, ഡോർ നമുക്കറിയാം ഇവിടെ. ഇനി ബാക്കി നമുക്ക് വെക്കും ഇവിടെ. സെക്കൻഡ് ലെയറും അങ്ങനെ ഫുൾ ആയിട്ടുണ്ട്. ഇതെല്ലാം ഓരോ മൃഗങ്ങളാണ്. നമുക്കൊരു തേർഡ് ലെയറോടെ വെച്ച് ഇത് നല്ല ഹൈറ്റ് ഉണ്ടാക്കണം. നമുക്ക് മേളിലൊക്കെ പറ്റിയൊക്കെ സ്റ്റെപ്പൊക്കെ ഇട്ട് അടിപൊളിയാക്കണം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നല്ല ലോങ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അതിനു മുമ്പ് ഞാൻ ഈ ഭാഗം കൊണ്ട് ഇത്ര ആക്കിയിട്ടുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, ടാറ്റാ.